ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ക്രിമിനൽ കേസും അതുപോലെ മാനനഷ്ട കേസും അവർക്കെതിരെ ഫയൽ ചെയ്യാൻ തന്നെയാണ് എൻ്റെ അഡ്വക്കേറ്റ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കൊടുത്തത്. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല കൊണ്ട് കൊടുക്കുന്നത്. അവർ പരസ്യമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് വന്നാൽ ഞാൻ ആ വ്യക്തികളോട് ക്ഷമിക്കാനും തയ്യാറാണ്. സമൂഹത്തിന് മുമ്പിൽ പിച്ചി ചിന്തി അപമാനിക്കാൻ ശ്രമിക്കുന്ന, പ്രത്യേകിച്ച് ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളാണ് അവർ സ്വയമേ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കടമ നമുക്കുള്ളതാണ്. അവരെ ബഹുമാനിക്കണം. അങ്ങനെയുള്ള കലാകാരന്മാരെയോ പെൺകുഞ്ഞുങ്ങളെയോ നമ്മൾ വളർത്താനാണ് ശ്രമിക്കേണ്ടത്. അവരെ സമൂഹത്തിൽ വലിച്ചു കീറുവാനായിട്ട് ഇട്ടുകൊടുക്കുകയല്ല. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില ആൾക്കാരെല്ലാം, എനിക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ പ്രവർത്തകർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. സോഷ്യൽ മീഡിയ മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അവരോട് ബഹുമാനമാണ്. അവർ നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇനിയും ഞാൻ സോഷ്യൽ മീഡിയയുമായിട്ട് ടൈപ്പ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യുവജനങ്ങളുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ ഇടയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോഷ്യൽ മീഡിയയോട് ചേർന്ന് നിന്നുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ പിച്ചി ചിന്തി അപമാനിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ചകൾ ഞാൻ പല യൂട്യൂബ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കുഞ്ഞുങ്ങൾ എന്നെ കൊണ്ട് കാണിച്ചു. അതായത് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവളെ സമൂഹത്തിൽ മാന്യത കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികൾ പോകുന്ന വഴിക്ക് അവർ പുറകെ നടന്ന് വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാർ, എല്ലാവരും ഇല്ല. അവരതിലൂടെ എന്തോ ആഗ്രഹിക്കുന്ന അവർക്കുള്ള കണ്ടന്റ്സ് ആയിരിക്കാം. പക്ഷെ അവർ ഓർക്കണം, ഇവരുടെ വീട്ടിൽ ഇതുപോലെ സഹോദരിമാര്, അമ്മമാര്, ആൻറ്റിമാര്, ചേച്ചിമാര്, അനുജത്തിമാരുണ്ട്. ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കരുതെന്നുള്ളത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. ഞാനത് പരസ്യമായിട്ട് മാഡത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണോ, കാരണം അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മാനനഷ്ട കേസുമായിട്ട് മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് പേര് സമൂഹത്തിൽ പലരെ സഹായിക്കാൻ മുൻപോട്ട് വരും. ആ സഹായിക്കാൻ വരുന്നവര് ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടിട്ട് അവരെ പുറമോട്ട് വലിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത്? എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രശസ്തി ഉണ്ടായിട്ട് എന്തോ ഉയർച്ച ഉണ്ടാകാൻ അല്ല. ഞാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട നിർധനരെ കണ്ടെത്തിയാണ് നമ്മൾ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കൊടുത്തത്. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല കൊണ്ട് കൊടുക്കുന്നത്. എനിക്ക് അനുവദിച്ച എൻ്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഒത്തിരി പേര് സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അവർ പെട്ടെന്നൊന്നും മടിക്കും. നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മളെ സമൂഹത്തിൽ അപമാനിക്കും എന്നുള്ള ഒരു വേദന ഉണ്ടാകാൻ ഈ ഒരു ചോദ്യം വളരെ മുറിപ്പെടുത്തി. എന്നെ ഒരുപാട് ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. നിയമപരമായി നീങ്ങണമെന്ന് തന്നെ എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നീങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിയമപരമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതേസമയം ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് തീർത്തും എന്നെ നേരിൽ വന്ന് കണ്ട് അവർ പരസ്യമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് വന്നാൽ ഞാൻ ആ വ്യക്തികളോട് ക്ഷമിക്കാനും തയ്യാറാണ്. മറിച്ച് അവർ ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ക്രിമിനൽ കേസും അതുപോലെ മാനനഷ്ട കേസും അവർക്കെതിരെ ഫയൽ ചെയ്യാൻ തന്നെയാണ് എൻ്റെ അഡ്വക്കേറ്റ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്നുവെച്ചാല് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന യൂട്യൂബിന്റെ വീഡിയോ വഴിയാണെങ്കിലും കാണുമ്പോൾ എല്ലാവരും ധരിച്ചിരുന്നത് ബിഷപ്പും ഈ ഒരു പ്ലോട്ട് കൊടുത്തതിനെ തുടർന്ന് മനോവിഷമത്തിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രേണുസുതിക്ക് നൽകിയത് കൊണ്ടാണ്, രേണുസുതിയുടെ പ്രവർത്തികളോട് ഒരു യോജിപ്പില്ലാത്തത് കൊണ്ടാണ്. ഒരിക്കലും രേണുസുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഞാൻ സ്ഥലം കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിരിക്കുന്നത് രേണുസുതിയുടെയും കൊല്ലം സുതിയുടെയും 2 മക്കൾക്ക് 7 സെന്റ് സ്ഥലമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന. കുഞ്ഞുങ്ങളുടെ പേരിലാണ്. അത് 24 ചാനലിലും ഞാനും കൂടെ ചേർന്ന് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറുടെ ആവശ്യം ബഹുമാനത്തോടെ കൈക്കൊണ്ട് 24 ചാനലാണ് ആ വസ്തു എഴുതാനായിട്ടുള്ള ആധാരത്തിൻ്റെ പേയ്മെൻറ്റ്, മുദ്രപത്രമൊക്കെ വാങ്ങിയതൊക്കെ 24 ചാനലുകാരാണ്. അത് ഞാൻ ഈ ധർണത്തിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. അവരതിനകത്ത് പണം മുടക്കി വസ്തു വാങ്ങിക്കൊടുത്തു. KHDC എന്ന് പറയുന്ന ഒരു സംഘടന അനവധി പേരുടെ സപ്പോർട്ടോടുകൂടി KHDC എന്ന് പറയുന്ന ഒരു സംഘടന, ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നേതൃത്വമെടുത്ത് ഇവർക്ക് മനോഹരമായ ഒരു വീട് അവിടെ പണിത് കൊടുത്തു. അവർ സന്തോഷത്തോടെ അവിടെ താമസിക്കും. ഇതിനിടയിൽ ചില ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ വന്നതിലാണ്
എനിക്ക് മനോവിഷമം ഉണ്ടായത്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചവരോടാണ് എനിക്ക് വളരെയധികം വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്.